ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിനെ കുറിച്ച് നോക്കാം. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. മാത്രമല്ല, തിരുവിതാംകൂറിൽ ഏറ്റവും കുറവ് കാലം ഭരണം കാഴ്ചവെച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ റീജൻറ്റും കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഇനി റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം ഓർത്തുവെക്കാം. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലം. റാണി ഗൗരി ലക്ഷ്മിബായി അധികാരത്തിലേറിയതിന് ശേഷം ദിവാനായി നിയമിച്ചത് കേണൽ മൺറോയെ ആയിരുന്നു. കേണൽ മൺറോ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ പല പരിഷ്കാരങ്ങൾ വരുത്തി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. 1812 ഡിസംബർ 5-നാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത്. 1810 മുതൽ 1813 വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായ റാണി ഗൗരി ലക്ഷ്മിബായി പുത്രനായ സ്വാതി തിരുനാളിൻ്റെ ജനനത്തോടെ തുടർന്ന് 13 മുതൽ 15 വരെ റീജൻ്റായി അധികാരത്തിൽ തുടർന്നു. 1815 അന്തരിക്കുകയും ചെയ്തു. റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. അതേപോലെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചു. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയത്. പിന്നെ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് രീതിയിലുള്ള ഭരണ സംവിധാനം കൊണ്ടുവന്നു. മാത്രമല്ല, ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തു. തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. ഇത്രയും പോയിന്റുകളെല്ലാം ഓർത്തു വയ്ക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.